ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൗണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം എന്നും കട്ടൻ ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ കട്ടൻ ചായയും കേക്ക് അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറുപയർ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായയോടൊപ്പം ബിസ്ക്കറ്റിനൊക്കെ പകരം ഇതൊന്ന് കഴിക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചെറുപയറും കട്ടൻ ചായയും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഇഡ്ഡലിയും സാമ്പാറും ഉള്ളിച്ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പച്ചരി, ഉഴുന്ന്, അതുപോലെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നമ്മുടെ മാവ് കോരി ഒഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഉള്ളിയും അതുപോലെ നമ്മുടെ ചുവന്ന മുളകും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ്. ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ റെസിപ്പി എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. വെജിറ്റബിൾസ് വാങ്ങിയത് ശരിക്കും തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കത്തിരിക്ക, അതുപോലെ ഒരു ചെറിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് വെണ്ടക്കായ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 5-6 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പീസ് പടവലങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ. അപ്പോൾ അതത്രയും ഒന്ന് നല്ലവണ്ണം കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് അതിനുശേഷം നമ്മുടെ കത്തിരിക്ക കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തിരിക്ക വാടി വരുന്ന സമയത്ത് നമുക്ക് വെണ്ടക്കായും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ സൈഡ് അടുപ്പിൽ കുക്കറിൽ നമ്മുടെ പരിപ്പ് ഏകദേശം ഒരു 100 ഗ്രാം പരിപ്പ് എടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളരിക്കയും അതുപോലെ കുറച്ച് പടവലങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുക്കറൊന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറൊന്ന് തുറക്കുവാണ്. നമ്മുടെ പരിപ്പ് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വഴറ്റിയെടുത്ത പച്ചക്കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കാൻ വെച്ച സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പുളി കുതിർക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടി ഐറ്റംസ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കായം ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് നമുക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് നമ്മുടെ കുക്കറൊന്ന് അടച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു വിസിലാവുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് അടച്ച് നമുക്ക് വിസിലിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി കുത്തി നോക്കിയാൽ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. 3 തട്ട് ഇഡ്ഡലി ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയായി. പക്ഷേ നമ്മുടെ സാമ്പാർ ഇപ്പോൾ വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു വിസിൽ മതി കേട്ടോ. അപ്പോൾ
നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളമൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചപ്പോഴേക്കും അതിലേക്ക് 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഇപ്പോൾ നല്ലതുപോലെ തന്നെ തുറക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നമ്മുടെ സാമ്പാറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. ഇതിൽ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കൊപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സാമ്പാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടൻ ചായ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്ലേറ്റിൽ ഇഡ്ഡലിക്കൊപ്പം കഴിക്കാനുള്ള ഉള്ളിച്ചമ്മന്തി വയ്ക്കാം. അതുപോലെ സാമ്പാർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം മിട്ടുവിൻ്റെ ഒരു പാട്ടും കൂടെ കേൾക്കാവേ. ശംഭോ ശിവശംഭോ സ്വയംഭോ ഓ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഗംഗാധര ശങ്കര കരുണാകര മമ ഭവസാഗര താടക ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. അപ്പോൾ എല്ലാവർക്കും മിട്ടുവിൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പോകണം. അപ്പോൾ നമുക്ക് വൈകിട്ട് ഇനി കാണാം കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിലെ ലൈറ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇതൊരു മരത്തിലിട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മഞ്ഞ കളർ ലൈറ്റാണ് കേട്ടോ. ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ പൂന്തിങ്കളാൽ, നീ വരൂ പൂന്തന്നലാൽ, നീ വരൂ പൂന്തിങ്കളാൽ, നീ വരൂ പൂന്തന്നലാൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.